ഈ സെഷനിൽ ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ അഥവാ HBL എങ്ങനെ എടുക്കാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് HBL നിർവചിക്കാനും HBL മെഷർ ചെയ്യാനുള്ള ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യാനും കഴിയും. പാറ്റേൺ ടെർമിനോളജികളിൽ ഒന്നാണ് HBL. തറയ്ക്ക് പാരലായി ഫോമിന് ചുറ്റും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും വരിയുടെ ഒരു റഫറൻസ് ആണിത്. HBL എന്നത് ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ എന്നറിയപ്പെടുന്നു. പാറ്റേണുകൾ ബാലൻസ് ചെയ്യുമ്പോൾ HBL ഉപയോഗിക്കുന്നു. പാറ്റേൺ ബാലൻസിംഗ് ഗാർമെന്റ്സുകളുടെ പാറ്റേണിലെ വ്യത്യസ്തതകളും ക്ലോത്തിന്റെ ബ്ലെൻഡും ഫിറ്റും മെച്ചപ്പെടുത്തുന്നതിനായി കണ്ടെത്തുന്നതാണിത്. ഒരു പാറ്റേൺ ബാലൻസിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബാലൻസ് ക്ലോത്തിന്റെ ഓരോ ഭാഗവും കൃത്യമായ അനുപാതത്തിലും പരസ്പരം ഹാർമണി രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിനെ ബാലൻസ് എന്ന് വിളിക്കുന്നു. വസ്ത്രം ബാലൻസിലായിരിക്കുമ്പോൾ ബാലൻസ് ഇക്വിലിബ്രിയത്തിലാകുന്നു. ഒരു വസ്ത്രത്തെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും സിമെട്രിക്കായി കാണപ്പെടേണ്ടതുണ്ട്. HBLകൾ എല്ലായ്പ്പോഴും സെന്റർ ഫ്രണ്ടിനും ഗ്രെയിൻ ലൈനിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. HBLന് പാറ്റേൺ നൽകാൻ ലൈൻ ലെങ്ത് കൂട്ടുക അല്ലെങ്കിൽ ചുരുക്കുക എന്നീ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു ബോഡീസിന് ബസ്റ്റിനും വേസ്റ്റിനും ഇടയിൽ HBL ഉള്ളതാണ് നല്ലത്. ഒരു ഡ്രസ്സിനോ ട്യൂണിക്കിനോ വേണ്ടി ഹിപ്പ് ലെവലിന് സമീപം ഒരു അധിക HBL ഉണ്ടായിരിക്കണം. ഒരു സ്കേർട്ടിനോ പാന്റിനോ ആണെങ്കിൽ വേസ്റ്റിന്റെ വൈഡായ ഭാഗത്ത് HBL ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഒരു വസ്ത്രത്തിൽ HBL വെക്കേണ്ട ഇടത്തെപ്പറ്റി കൃത്യമായ ധാരണയില്ലെങ്കിൽ കൂടുതൽ എണ്ണമുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീളം കൂട്ടാനും അല്ലെങ്കിൽ ചുരുക്കാനുമുള്ള ലൈൻ കൃത്യമായ സ്ഥലത്തല്ലെങ്കിൽ ഒരു റൂളർ ഉപയോഗിച്ച് ലൈനിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ അളക്കുക. ശേഷം ഈ ലൈനിന് പാരലലായി ഒരു പുതിയ വര ശ്രദ്ധാപൂർവം അടയാളപ്പെടുത്തുക. പാറ്റേണിൽ നീളം കൂട്ടാനും അല്ലെങ്കിൽ ചുരുക്കാനുമുള്ള ലൈൻ ഇല്ലെങ്കിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാറ്റേണിൽ HBL വരയ്ക്കുക. ഫ്രണ്ട് പാറ്റേൺ പീസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഗ്രിഡ് ബോർഡിൽ പാറ്റേൺ പ്ലേസ് ചെയ്യുക. സെന്റർ ഫ്രണ്ട് അലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഗ്രിഡ് ലൈൻ ഉപയോഗിച്ച് ഗ്രെയിൻ ലൈൻ ആരോ വയ്ക്കുക. തുടർന്ന് HBL വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഒരു റൂളർ ഉപയോഗിച്ച് ലംബമായ ഗ്രിഡ് ലൈനുകളിൽ ഒന്ന് വരയ്ക്കുക. വലതുവശത്തുള്ള ഫോട്ടോയിൽ നിങ്ങൾക്ക് 2 HBLകൾ കാണാം. അടുത്തുള്ള പാറ്റേൺ പീസിൽ HBLന്റെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിന് ഗാർമെന്റ്സിൽ പ്രിൻസസ് ലൈൻ ഉണ്ടെങ്കിൽ പിൻഭാഗം അല്ലെങ്കിൽ വശത്തെ മുൻഭാഗം ഇതിനകം അടയാളപ്പെടുത്തിയിരിക്കുന്ന പാറ്റേൺ പീസിന് മുകളിൽ അടുത്തുള്ള പാറ്റേൺ പീസ് വെക്കുക. HBLന്റെ ഏരിയയിലെ നോച്ചുകൾ അതിനോട് ചേർന്നിട്ടുള്ള സീമുകൾ അലൈൻ ചെയ്തിരിക്കുന്നു. താഴത്തെ പാറ്റേൺ പീസിൽ HBL സീം ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന മുകളിലെ പാറ്റേൺ പീസിൽ അടയാളം വെക്കുക. ചിത്രത്തിൽ അഡ്ജോയിനിങ് പാറ്റേൺ പീസ് മുൻവശത്തെ പാറ്റേണിന്റെ മുകളിലാണ്. സൈഡ് സീമുകൾ അലൈൻ ചെയ്തിരിക്കുന്നു. അവസാനമായി ഗ്രിഡ് ബോർഡിൽ അഡ്ജോയിനിങ് പാറ്റേൺ പീസ് വെക്കുക. ഗ്രിഡ് ഉപയോഗിച്ച് ഗ്രെയിൻ ലൈൻ ആരോ ലൈൻ ചെയ്തിരിക്കുന്നു. പുതിയ HBL പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കുന്ന അടയാളം ഒരു ഗ്രിഡ് ലൈനിൽ വീഴുന്നത് വരെ ഈ ഓറിയന്റേഷനിൽ പാറ്റേൺ മുകളിലേക്കോ താഴേക്കോ മാറ്റുക. ഒരു റൂളർ ഉപയോഗിച്ച് ഗ്രെയിൻ ലൈൻ ആരോയ്ക്ക് ലംബമായ ഈ ഗ്രിഡ് ലൈനിലൂടെ വരയ്ക്കുക. മറ്റേതെങ്കിലും പാറ്റേൺ പീസുകൾക്കായി B-C ഘട്ടങ്ങൾ വീണ്ടും ആവർത്തിക്കുക. ഇനി നമുക്ക് ഒരു ടാസ്ക് ചെയ്യാം. ഇതിനായി നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് ടേപ്പ്, ഡ്രസ് ഫോം, പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്ക്, പെൻസിൽ അല്ലെങ്കിൽ പേന എന്നിവ ആവശ്യമാണ്. ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ എടുക്കുക എന്നതാണ് ടാസ്ക്. ആദ്യഘട്ടം ഫ്ലോർ മുതൽ പിൻമാർക്ക് അഥവാ X വരെ സെന്റർ ഫ്രണ്ടായി അളക്കുക എന്നതാണ്. തറയിൽ നിന്ന് അളക്കാൻ ഈ അളവ് ഉപയോഗിക്കുക. സെന്റർ ബാക്കും സൈഡ് സീമുകളും പിൻമാർക്ക് ചെയ്യുക. എടുത്ത അളവുകൾ വീണ്ടും പരിശോധിക്കുക. ഹിപ്പിന് ചുറ്റും ഓരോ പിൻ അടയാളങ്ങളിലും സ്പർശിക്കുന്ന ഒരു ലൈൻ വരയ്ക്കുക. അല്ലെങ്കിൽ ഹിപ്പ് ലൈനിന് ചുറ്റും ഇലാസ്റ്റിക് പ്ലേസ് ചെയ്യുക. അവസാനമായി ഓരോ പിൻ ഹെഡ് ലൊക്കേഷനിലും ഇലാസ്റ്റിക് പിൻ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഹിപ്പ് ഡെപ്ത് പ്രായം കുറഞ്ഞ ആളുകൾക്കും ഒതുങ്ങിയ ശരീരമുള്ളവർക്കും സെന്റർ ഫ്രണ്ട് വേസ്റ്റിൽ നിന്ന് 6 മുതൽ 7 ഇഞ്ച് താഴേക്കും മിഡി സൈസ് 8 മുതൽ 9 ഇഞ്ച് താഴേക്കുമാണെന്ന് ശ്രദ്ധിക്കുക. ഈ സെഷനിൽ ഹൊറിസോണ്ടൽ ബാലൻസ് ലൈൻ അഥവാ HBL എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ സെഷനോടെ നിങ്ങൾക്ക് HBLനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നും HBL മെഷർ ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്നു.